അക്ഷരാർത്ഥത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ നിലയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രയാണം. അത് വളരെ അർത്ഥവത്താണ്, സാരസമ്പൂർണ്ണമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരോട് ലോസിയത്ത് കൂടെ പറയാറുണ്ട്, നമ്മുടെ പൈതൃകത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ പൈതൃകത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ യാതൊരു വഴിയില്ല. കാരണം നമ്മുടെ ജൈവികത തീർത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മുടെ ഉള്ളില് ഒഴുകട്ടെ കാട് മുതൽ കടൽ വരെ ലതേച്ചിയുടെ മുദ്രാവാക്യാണ്. അത് നമ്മൾ പിടിക്കേണ്ടി വരികയാണ്. കാരണം ലതേച്ചിയൊക്കെ ജീവാർപ്പണം നടത്തിയത് ഈ പുഴയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പുഴ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ നന്മ. അപ്പൊ പുഴയ്ക്ക് വേണ്ടിയുള്ള പേരിൽ പ്രയാണത്തിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായത് നമ്മുടെ സ്ഥിരാവസ്ഥകൾ പോയി കാണണം. മക്കമാഷ വയ്യാത്ത കിടക്കൊരു ഭാഗത്തൊരു പോഷകമൊന്നും കിടപ്പിലാണ്. അതുകൂടി ആവുമ്പോൾ പൂർണ്ണമാവുമായിരുന്നു. പക്ഷെ അതിന് നമുക്ക് അത് ചർച്ച ചെയ്യാനൊന്നും പറ്റിയില്ല. എന്തായാലും പുഴ എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ഈ നീക്കം ശ്ലാഘനീയാണ്. ഇത് പിന്നെ നാട്ടുകാരുടെ ഉറവിടം തേടി പോകുന്നതൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെയും മനനം ചെയ്ത് മനോഹരമാക്കിയാലോ അവരാണ് മനുഷ്യൻ. അത് നമ്മൾ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് ഇരുകാലികൾ നാട്ടിലുണ്ടാവേണ്ട കാര്യമില്ല. ഇരുകാലികളെ വെച്ച നാൽക്കാലികൾ തന്നെയാണ്. അപ്പൊ ആ മനുഷ്യനാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മഹത്തമായ ലക്ഷ്യം. ഇതിങ്ങനെയുള്ള പിന്നെ ഇടപെടലുകളൊന്നും ഒരിക്കലും ചെറുതല്ല, വളരെ മഹത്തരാണ്. അതുകൊണ്ട് ഇനിയും ഈ രൂപത്തിലുള്ള നമ്മുടെ നാട്ടുനന്മകൾ തിരിച്ചു പിടിക്കാനും നാട്ടുകാരുകൾ കൈമാറ്റം ചെയ്യാനൊക്കെ ഉള്ള വേദികൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള യാത്രകളൊക്കെ ശ്ലാഘനീയാണ്. നമ്മൾ നല്ലത് കഴിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ ബീഫ് മുട്ടപ്പത്തിരി കഴിച്ചതല്ല നമ്മുടെ ശരീരത്തിൽ കേൾക്കുന്ന സാധനം. അതിലപ്പുറം നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, പിന്നെ നല്ലത് കഴിക്കുക എന്നുള്ളതാണ്. ആണ് നമ്മളിതൊക്കെ കാണേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതിലുള്ള യാത്രകൾ ഇന്ന് തുടർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എവർക്കും നന്ദി. ജയ് ഹിന്ദ്, ജയ് ജഗത്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നല്ലൊരു സഹകരണം. കാരണം ജീവിതത്തിൽ നമ്മള് ഓക്കെ അപ്പോ നമ്മള് ഇന്നിവിടെ വന്നില്ലെങ്കിൽ സാധാരണ ഒരു ദിവസം പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയത് എന്താ നമ്മൾ ചെയ്യുന്നത്? അതുകൊണ്ടൊക്കെ കടന്നു ജസ്റ്റ് എന്താ പറയാ വീട്ടിലേക്ക് ജോലി തിരിച്ചു. പക്ഷെ ഇത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓർക്കാവുന്ന ഒരു ദിവസം, അങ്ങനെ ഓർക്കാവുന്ന ഒരു ദിവസമാക്കി തീർക്കാൻ ഇതിനൊപ്പം കൂട്ടുചേർന്ന് ഇതിന്റെ മുന്നണിയിൽ നിന്ന് ഇതിനുവേണ്ടി സഹകരണം ചെയ്ത ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് ചെയ്ത എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം, സന്തോഷം, അഭിനന്ദനങ്ങൾ. എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇന്നത്തെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം വെച്ചാൽ ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട പീപ്പിൾസ് ഉണ്ടാവും. ഒരു സിനിമ അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ യാത്ര ഒരുപാടുണ്ടാവും. പക്ഷെ ഇത് ഒരു പരിസ്ഥിതിക്കും വേണ്ടി അതിനെക്കുറിച്ച് അറിയാനും കൂടി വേണ്ടിയുള്ള യാത്ര എന്ന് വെച്ചാൽ വളരെ റേറാണ് ആൾക്കാർ. കൂടുതൽ നമ്മൾ ചിലപ്പോൾ ബോറിംഗ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇതിൽ ഒത്തുചേർന്നു അവരെല്ലാവരും ഹാപ്പിയാണോ എന്നുള്ളതാണ് ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. കാരണം 1, 2, 3 യാത്രയാണ്. വീണ്ടും ആ ഒരു യാത്ര എല്ലാവരും ഉണ്ടാവുന്നത് എനിക്ക് ഉറപ്പാണ്. അല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, അതാണ് നമ്മുടെ സന്തോഷം. അതുപോലെ നമ്മൾ എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ, കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഇവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. എന്നാലും ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ കണ്ടുമുട്ടില്ല? ഇല്ല. ഇനിയിപ്പോ അടുത്തതാണ് വേറെ കുറച്ച് കിടന്ന് പക്ഷെ കണ്ടുമുട്ടുമായിരിക്കും. എന്നാലും ഒരുപാട് അറിവുകൾ ജീവിതത്തില് ഇന്നലകളില്ലാത്ത എന്തൊക്കെയോ കുറച്ച് അറിവുകൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണക്കാരായി കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരോടും സ്നേഹം വീണ്ടും കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാല് നിലയാത്ര 2ന്റെ വിശേഷങ്ങള് പറഞ്ഞു കൂർന്നിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് നിലയാത്ര 3 വന്നു കഴിഞ്ഞു. ഈ യാത്രയുടെ പ്രത്യേകത അതല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ഥലങ്ങളെക്കാളുപരി ഈ ഒരു ഇതിൽ പങ്കെടുക്കുന്നവരുടെ ആ ഒരു റിച്ച്നെസ്സും അവരുടെ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യാത്രയിൽ പങ്കുചേരുവാനായിട്ട്, നമ്മളെ ഒരു അഭിമാനത്തോടുകൂടി പങ്കുചേരാനായിട്ട്, ഇതിന്റെ കഥകൾ വിവരിക്കാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊന്നാനി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം KSRTC ബസിന്റെ മുമ്പിൽ കാണുന്ന ഒരു പേര് മാത്രമായിരുന്നു ഇത്രയും കാലം. ഇത്രയേറെ വെറൈറ്റി അല്ലെങ്കിൽ എല്ലാ തരത്തിലും പല
സാംസ്കാരിക കാര്യങ്ങളിലെല്ലാം ഇത്രയേറെ അതെ ഫുഡ് എല്ലാം തന്നെ ഇത്രയേറെ വെറൈറ്റി അല്ലെങ്കിൽ വേരിയേഷൻസ് ഉള്ള ഒരു വലിയൊരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു നാടാണ് പൊന്നാനി. അതല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തിയത് വെറും 5-10% മാത്രം കാര്യങ്ങൾ മാത്രമാണെന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഭാഗം ആകുവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ ഒരു ശരിക്കും ഒരു റിവ്യൂ നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നില യാത്ര 2 അതാണൊരു ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ പൊന്നാനി യാത്രയ്ക്ക് ഞാനൊരു 80-85% അല്ലെങ്കിൽ 80% കൊടുക്കാൻ എനിക്ക് തോന്നുന്നുള്ളൂ. 90 കൊടുക്കാനാണ് പറയണം. അത് ഒരിക്കലും അത് ഈ യാത്ര മോശമായിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. യാത്രയിൽ രണ്ടിലുണ്ടായിരുന്ന ആ ഒരു വളരെ വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ്, അതിനകത്തുണ്ടായിരുന്ന ഒത്തിരി ഇൻവോൾവ്മെന്റ്, നമുക്ക് കിട്ടിയ ഒരു വലിയ ഇൻഫർമേഷൻ, മേ ബി ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അതിന് വലിയ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും പൊന്നാനി യാത്ര ഒരു ജോ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ദിവസത്തെ ഏറ്റവും ഒരു വില പിടിച്ച നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ചിന്തകളും ഒത്തിരി ആഗ്രഹങ്ങളും ഒക്കെ നിറച്ച ഒരു നല്ല ദിവസമായിരുന്നു. നമ്മുടെ കൂടെ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഇതിന്റെ കൂടുതൽ അനുഭവങ്ങളും അറിവുകളും നേടാൻ സാധിച്ച ഒരു യാത്രയായിരുന്നു. കുറെ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ സാധിച്ചു ഈ യാത്രയിൽ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആൾക്കരയിൽ വെച്ച് നോക്കുമ്പോൾ എന്റർടൈൻമെന്റ് രീതിയിൽ ഇത് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. കണ്ടിന്യൂ ഫ്ലോ പോയി. ഫ്ലോ ആദ്യം പൊന്നാനി എന്ന് പറഞ്ഞാൽ അതിന്റെ സംസ്കാരം നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ശേഷസവും അധ്യാപികയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലതിനെ പറ്റിയും പല വേർഡ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനിയും ശരിക്കും ഒരു പൊന്നാനി എന്ന് പറഞ്ഞാൽ ഒരു സാഗരമാണെന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ തീരത്ത് ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതിലേക്ക് കൂടുതൽ ഇൻഫർമേഷനുമായി വീണ്ടും നമുക്ക് ഒത്തുകൂടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്ര എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഞാൻ ടീച്ചർ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞങ്ങൾ അപ്പോൾ പറഞ്ഞ സന്ധ്യ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഒറ്റയ്ക്കും കുടുംബമായിട്ടും പല ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടൊക്കെ. പൊന്നാനിയിൽ തന്നെ 2ാമത്തെ യാത്രയാണ്. ഒരു കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ കൂടെ ഇതുപോലെ ഒരു യാത്ര നടന്നിരുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി ഓറിയന്റഡ് ആയിട്ട് ഹെറിറ്റേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അന്ന് എൻജോയ് ചെയ്തു. അതിലും വളരെ വ്യത്യസ്തമായിട്ട് ഇന്നൊരു ദിവസം കൂടി കടന്നുപോയി. ഒരുപാട് ഓർമ്മകളായിട്ട് എപ്പോഴും ഇതൊരു തിരിച്ചറിവാണ്. എന്നുവെച്ചാൽ എന്റെ വീടും എന്റെ കുടുംബം എന്റെ ഒരു നാടും അല്ലാതെ ഒരുപാട് ചരിത്രപരമായ സ്ഥലങ്ങളുണ്ട്, ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഈ കൂട്ടായ്മ മനസ്സിനറിഞ്ഞു, ഫോണിനറിഞ്ഞു, എല്ലാവരും സന്തോഷം. പോയപ്പോ അമ്മേനെല്ലാം പറഞ്ഞു എനിക്കും മല്ലാണ്. പക്ഷെ അവരെന്നെ കൊണ്ടുപോയില്ല. നീലത്രിയില് വന്നപ്പോ അപ്പനും പറഞ്ഞു ബോറടിക്കും വരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വന്നപ്പോ
അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ യാത്ര. യാത്ര ആദ്യമായിട്ടാണ് വരുന്നത്. മുന്നത്തെ 2 യാത്രകളും നഷ്ടപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ട്. ഇനി എന്തായാലും അടുത്ത യാത്രയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കും. നമ്മള് പോണ ഒരു യാത്രയിനെക്കാളും വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാലഭവനിലാണ്. എനിക്ക് ഈ ഒരു ക്ലബിൽ ആവാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇതിലൊരു മെമ്പർ ആവാൻ സാധിച്ചത്. ആദ്യം ഒരു മലബാർ സൗദായിട്ട് ഗ്രൂപ്പ് ഉണ്ടായത്. അതെന്താണ് ഞാൻ ഈ ഇൻഫർമേഷൻ കിട്ടിയത് ഇങ്ങനെ ക്ലബ് യാത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടപ്പോ നമ്മളെ സുദീപും നമുക്കൊരു അങ്ങനെ കണക്ഷനായിട്ട് വിനോദ് നമ്പ്യാരുമായിട്ട് അങ്ങനെ കണക്ഷൻ കിട്ടി. ഇത് യാദൃശ്ചികത വളരെ ദൂരം മണ്ണാർക്കാടാണ് ഞാൻ ഉള്ളത്. ഒരു സർവീസ് പെൻഷനറാണ്. പെൻഷൻ പറ്റിയിട്ട് 10-15 കൊല്ലായി. എനിക്ക് തന്നെയുള്ള ഒരു ടൂർ എന്ന് പറഞ്ഞാൽ പെൻഷൻ ടൂറിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. കഴിഞ്ഞ മാസം ഇതേമാതിരി മൈസൂര്, ഹംപി, ശ്രീലങ്ക അങ്ങനെ 3 ദിവസത്തെ ടൂറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇതിൽ യാദൃശ്ചികമായിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു കൂട്ടായ്മയാണ്. അപ്പൊ ഇന്ന് ഈ ക്ലബ് യാത്രകളുടെ വിഭിന്ന മേഖലയിലെ വിവിധ ഭാഗങ്ങൾക്ക് വന്നവരാണ്. അതുകൊണ്ട് നമുക്കൊരു മനസ്സിലൊരു ഇത് കിട്ടുന്നുണ്ട്. ഒരു എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചാലും ഇതിലൊക്കെ ജീവിതത്തില് മറ്റേ യാദൃശ്ചികത എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ഓരോ യാത്രയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ആരോഗ്യപരമായും മാനസികമായും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ നമുക്ക് ഒരു അനുഭവമാണ് ഗസൽ കൊണ്ടാകും. ആ ഗസൽ കൊണ്ടാകുമ്പോൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള ഒരു കുട്ടികളാണ് നമുക്ക് ബ്രെയിനിൽ നല്ല ഹോർമോൺ വിടാം. ഈ ബ്രെയിനിൽ നല്ല ഹോർമോൺ സൃഷ്ടിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുക. അങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം. ഒന്ന് നോക്കിയോട്ട് എല്ലാവർക്കും കിടക്കേണ്ട താമസമല്ല ഉറക്കം കിട്ടിയത്. കാരണം ബ്രെയിനിൽ നല്ല ഹോർമോണാണ്. ഡോപാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ, സെറോട്ടോൺ അങ്ങനെയുള്ളതൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൊക്കെ ഉണ്ടാകുമ്പോ മറ്റേ വീട്ടിൽ നമ്മൾ വെറുതെ കിടന്ന് കുത്തിയിരുന്നിട്ട് അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രൊഫിറ്റുകളൊക്കെ ഉണ്ടാവുന്നു. ഞാൻ എന്റെ ആരോഗ്യം അനുഭവിക്കാൻ ഞാൻ ഇനിയും ഇതിൽ പോകണമെന്നുള്ള ഒരു താല്പര്യമായിട്ടാണ്. കാരണം ഇപ്പൊ എനിക്ക് വയസ്സ് 67 എന്നാലും പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ഇതിൽ വന്ന് പല തിരക്കുകളുണ്ട്. ഈ തിരക്കുകളിലൂടെ ഇങ്ങനെ ഒരു യാദൃശ്ചികമായി കിട്ടുന്നത് നല്ലൊരു അവസരമാണ്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഇതിന്റെ സംഘാടകർക്കും സുജീവ്, വിനോദ്, അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പറയുന്ന പൊന്നാനിയിലൂടെ ഒരു യാത്ര എന്ന ടീച്ചർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അതോടൊപ്പം ഒരാളുടെ പേര് സൂചിപ്പിക്കും പോലെ പല കൈവഴികളായി വന്ന് സമുദ്രത്തിൽ ചേരുന്നതോടെ പല ഭാഗത്തു നിന്നും വന്ന ആൾക്കാർ സമുദ്രത്തിലേക്ക് ഒരു ടൂറിന് സൃഷ്ടിച്ച് അതിൽ പാട്ടുപാടി സന്ദർഭമായി പങ്കുവച്ചു. ചരിത്രപരമായ പൊന്നാനിയുടെ ജില്ലയിലൂടെ സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചത് വളരെ മെച്ചപ്പെടുന്നതായിരുന്നു. യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. ഇതിന്റെ സംഘാടകർക്കും മറ്റുള്ള എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. എന്താ പറയാ, നമുക്ക് ഓരോ യാത്രയുടെ അവസാനം കുറച്ച് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. യാത്രാവസാനത്തിലുള്ള ഒരു വിഷമം. എന്തായാലും വടക്കത്തെ വീട്ടിൽ പോയപ്പോ ഒരു വല്ലാത്തൊരു പ്രത്യേകത വന്നിരുന്നു. നിങ്ങൾക്ക് ആർക്കും പറ്റാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഏറ്റവും ടോപ്പിൽ കയറി ഞാൻ. പിന്നെ അടങ്ങി കിടക്കുന്ന ഒരു തെക്കിനെ തുറന്നു നോക്കിയിരുന്നു. അതൊക്കെയാണ് ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടായി. പിന്നെ അതെനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നിയിരുന്നു. പിന്നെ പൊന്നാനി കുറെ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് വിനേട്ടൻ. അപ്പൊ പക്ഷെ ആ ഒരു ഫീൽ ആയിരുന്നില്ല ഇന്ന് പോയപ്പോ. വേറൊരു ആംഗിൾ
അതൊരു അടിച്ചുപൊളി നല്ല രസമുള്ള യാത്രയായിരുന്നു എല്ലാവരും കുട്ടികളൊക്കെ കൂടിയിട്ട്. പക്ഷെ ഇന്ന് പോയത് വേറൊരു ആംഗിൾ കൂടെയാണ് ഞാൻ നോക്കി കണ്ടതെന്ന് തോന്നുന്നു. കാരണം കുറെ കാര്യങ്ങൾ, ചരിത്രങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. രസമായിരുന്നു. എങ്കിലും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ യാത്ര നിലായാത്ര സെക്കൻഡ് ഭയങ്കരമായിട്ട് ഞാൻ ഒരു ഇനിയതിനും മുകളിലേക്കൊന്നും ഇല്ല എന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വന്നത്. അത്രത്തോളം ഇത് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് താഴെ ആവുന്ന സംശയം. അത് ചിലപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൽപ്പാകത്ത് അതൊക്കെ ആയതുകൊണ്ടായിരിക്കണം. ഭയങ്കര ഇപ്പൊ രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നത് വേറെ യാത്രയായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു. പിന്നെ ജോ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വീട്ടിൽ വരുന്നു. വളരെ അപൂർവമായിട്ടാണ് അവർ ഇന്നത്തെ യാത്രയിൽ പോകുന്ന അറിവുള്ളൂ. എല്ലാവരും ഈ കൂട്ടായ്മയുടെ ഭാഗം ആയിട്ട് തനിയെ മാറുന്നു എന്നതാണ് ശരി. അതൊരു വല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ് ഈ ഒരു കൂട്ടായ്മ. ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒറ്റപ്പാലത്തിനാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ചെറിയ ടെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് അർമാദിച്ചു. ഞാനൊരു യാത്രാപ്രേമിയാണ്. പക്ഷെ എനിക്ക് ഒരു വർഷമായിട്ട് ഫ്രാക്ചർ, കിഡ്നി കംപ്ലൈന്റ്. ഞാൻ 4 തവണയായിട്ട് 11 മാസത്തിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പല ഗ്രൂപ്പുകളിൽ യാത്രയാണ്ട് പലരുമായിട്ട് എനിക്ക് ഏത് ഗ്രൂപ്പായാലും എനിക്കിഷ്ടമാണ്. മക്കളുടെ യാത്രയ്ക്കാണെങ്കിലും ഞാൻ പോകാറുണ്ട്. ഈ ഒരു വർഷമായിട്ട് മിസ്സായത് എല്ലാ കടയും ഞാൻ തീർത്തു. ഞാൻ അഭിമാനിച്ചു. പിന്നെ കേട്ടറിഞ്ഞ പൊന്നാനി, കണ്ടറിഞ്ഞ പൊന്നാനി തമ്മിൽ എല്ലാവർക്കും വ്യത്യാസമുണ്ട്. എന്റെ ഇത്രയും വ്യത്യാസം പ്രതീക്ഷയല്ല. ഇവിടെ നല്ല ദിവസം തന്നേല് എല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട്. നല്ലൊരു കൂട്ടായ്മ, നല്ല സുഹൃത്തുക്കൾ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. നന്ദി നന്ദി നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി ഷൊർണൂരിലാണ്. ആദ്യമായിട്ട് പൊന്നാനി MES കോളേജിലേക്ക് വരുന്നത്. അന്ന് ബസ്സിൽ വരുന്ന സമയത്ത് പഴയ കുറെ കെട്ടിടങ്ങളും അതുപോലെ മറ്റേ BM ഡയറക്ഷനൊക്കെ കണ്ടു. പോകാൻ പറ്റിയ അഭ്യാസം നമുക്ക് ഡ്യൂട്ടി ആയിട്ട് വന്നതായിരുന്നു പൊന്നാനി കോളേജിലേക്ക്. അന്നേ നമുക്ക് അത് കിടക്കുന്നുണ്ട്. അവിടെ കുറെ കാണാനുണ്ട്. നടക്കണം, വഴികളിലൂടെ നടന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു. അത് ഇന്ന് അത് സാധിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് വന്നു. അതായത് പൂർണ്ണമല്ല എന്ന് തോന്നുന്നത്. ഇനിയും അതിൽ കാണാനുണ്ട്. അത് പക്ഷെ ഒരു രാത്രി നമുക്ക് ഒന്നും പൂർണ്ണമാകാനാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സും മറ്റും പോയിട്ട്. പക്ഷെ സത്യത്തിൽ നേരത്തെ പരിചയമില്ലാത്ത ഒരു ടീമുമായി യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ എങ്കിലും ആ പരിചയക്കുറവ് വളരെ പെട്ടെന്ന് തന്നെ നികത്താനാവുകയും നല്ല സൗഹൃദത്തിലേക്ക് പലരും മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ യാത്ര വളരെ എൻജോയ് ചെയ്തു. സന്തോഷം. ഇത്തരമൊരു വേദി ഒരുക്കി തന്ന റോയലിന്റെ മുഴുവൻ അംഗങ്ങൾക്കും നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. പിന്നെ പൊന്നാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പലരും പറഞ്ഞതുപോലെ പൊന്നാനി നമ്മുടെ അടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ആ റോഡിന്റെ തൊട്ട റൂട്ടിലേക്കായിരുന്നു എന്റെ സഹോദരിയെ വിവാഹം ചെയ്തയച്ചതും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അറിയുന്ന പ്രദേശങ്ങളാണ്. പക്ഷെ അതിലുപരി സ്ഥലങ്ങൾ കാണുക എന്നതിലുപരി ഒരുപാട് ചരിത്ര സ്ത്രീകളെ പഠിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം നല്ല സൗഹൃദങ്ങളോടൊപ്പം ഒരുമിച്ച് ഒരു ദിവസം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് വലിയ സന്തോഷമായി തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സന്തോഷം. നമസ്കാരം. പൊന്നാനിയുടെ ചരിത്രം അറിഞ്ഞുകൊണ്ട് നടന്ന യാത്രയിൽ കമ്മിറ്റിയുടെ അവിടുന്ന് തൊട്ട് അന്നക്കരയിലുള്ള പടവാണ്. പിന്നീട് പൊന്നാനിയിലെ സംഗീതവും അതുപോലെ തന്നെ അതിന്റെ നിർമ്മിതവും അതിനുള്ള ആർക്കിടെക്റ്റൊക്കെ ഹെറിറ്റേജും പൂർണ്ണമായിട്ടുള്ള
മുന്നിലേക്ക് പിന്നീട് അങ്ങോട്ടേക്ക് അറിവിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാവുക. നന്മ വീണ്ടും മുൻപോട്ട് ഓർക്കണമെങ്കിൽ വലിയ നമസ്കാരം. ആധുനിക ലോകത്ത് വ്യത്യസ്തമായ യാത്രകൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ, വ്യത്യസ്തമായ ആൾക്കാർ, ദേശചരിത്രം, ദേശപാട്ടുകൾ ഇതൊക്കെ അനുഭവിച്ചറിയുക എന്നത് ജീവിതത്തിലെ ഒരു സൗഭാഗ്യം തന്നെയാണ്. അതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ഈ യാത്രയിൽ ഓരോ യാത്രയും പല പല വിഷയങ്ങളാണെങ്കിൽ തന്നെ ഈ യാത്രയുടെ അവസാനം നമ്മൾ വർത്തമാനം പറഞ്ഞു വരുന്ന ഒരു വഴിയിൽ കണ്ട ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ ഈ യാത്രയിൽ എന്നും എനിക്ക് ഓർക്കാനായിട്ട് ഒരു ചിത്രം തന്നത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു അവസാനം അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ആ കുളത്തിന്റെ കരയിൽ കുറെ ആൾക്കാർ പരസ്പരം വർത്തമാനം പറയുന്ന ഒരു കാഴ്ച നമ്മുടെ മലയാളികളുടെ മനസ്സിൽ മന്യമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ യാത്രയിലെ ഒരു പ്രത്യേകതയായി തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി, ദേശസംഗീതം കേൾക്കാൻ പറ്റി, നാട്ടുചരിത്രങ്ങൾ. ഇനിയും ഇത്തരം യാത്രകൾ ഉണ്ടാകട്ടെ, വ്യത്യസ്തമായ വിഷയങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും വഴിയിലേക്ക് പുതിയ പുതിയ ദേശങ്ങൾ താണ്ടാനായി ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. യാത്രയുടെ ഫസ്റ്റത്തെ യാത്രയാണെങ്കിൽ നല്ല രീതിയിൽ യാത്രയെ പറ്റി അറിയുന്നത് അച്ഛൻ വഴിയാണ്. എന്റെ എക്സാം നടക്കുന്ന ടൈമില് അച്ഛനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്ര ഇങ്ങനെ കവളപ്പാറ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ എക്സാം ആയതുകൊണ്ട് എനിക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. ഫോട്ടോസ് വഴിയാണ് കൂടുതൽ കണ്ടത്. പിന്നെ ആ ഗ്രൂപ്പിൽ അയച്ച വീഡിയോസ് അപ്പൊ തൊട്ട് മനസ്സിലിങ്ങനെ 1000 പേര് കൂടി ഉണ്ട്. എന്തെങ്കിലും ഒരു ദിവസം പറ്റുവാണെങ്കിൽ പോവാം. പിന്നെ ഇന്നത്തെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ പൊന്നാനിക്കുന്നത് കേട്ട് പരിചയമുള്ള സ്ഥലമാണ്. ഇന്നത് കാണാനും കൂടി പറ്റി. പിന്നെ അവിടുത്തെ ഫുഡ് ഐറ്റംസിനെ പറ്റിയാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. കേട്ടിട്ടുള്ളത് സിനിമകൾ വഴി, ആൾക്കാർ പറഞ്ഞ വഴി. ഇന്നത് ശരിക്കും രുചിച്ചറിയാൻ തന്നെ പറ്റി. കുറച്ച് അറിയാൻ പറ്റിയെങ്കിലും എന്നാലും അത് നന്നായിരുന്നു. പിന്നെ മറ്റേ നീലത്താമരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള മന. എനിക്ക് ആ മനയിലേക്ക് പോകുന്നോടും ആ പാട്ടിങ്ങനെ എന്താ പറയില്ല, ആ ചെറുപ്പത്തിൽ കണ്ട മൂവി സീൻസ് അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടി കളിക്കുന്നു. മലമക്കാവ് അമ്പലം, നീലത്താമര, പിന്നെ ആ വിരിയുന്ന കുളമൊക്കെ ഇപ്പോഴും മാങ്ങ പോയിട്ടില്ല. താങ്ക് യു. ദിവസത്തില് ഒരു 200 ദിവസം
ഒരു വർഷത്തില് 365 ദിവസത്തില് ഒരു 200 ദിവസവും യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ്. അത് എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ്. അതിന്റെ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് സ്ഥലങ്ങൾ കാണാൻ, അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വയലിൽ എന്ന് പറയുന്ന എന്റെ സ്വന്തം സംഘടനയിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന യാത്രകളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഉള്ളൊരു സ്ഥലം വളരെ വലുതാണ്. നമ്മുടെ നാട്ടില് ഉറങ്ങിക്കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മളറിയാതെ കടന്നു പോകുന്ന ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമായിക്കൊണ്ട് കരുതാം. കാരണം പലപ്പോഴും നമ്മൾ യാത്രകൾ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റി നിർത്തി മൂന്നാറിലേക്കോ കൊടൈക്കനാലോ ഊട്ടിയൊക്കെ പോകുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് യാത്ര മാത്രമായിട്ട് മാറുകയും അവിടെ എന്താ പറയുക സന്തോഷം കണ്ടിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പൈതൃക യാത്രകൾ നമ്മളുടെ അറിവിന് ഏറ്റവും പ്രചോദനമാണ്. മാത്രമല്ല നമ്മളൊക്കെ ഇതിനെ സ്നേഹിക്കുന്ന ആളുകളായതിനാൽ അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അടുത്ത യാത്രയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ശരിയായും നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കും. ഇതിന്റെ സംഘാടനത്തില് പ്രവർത്തിച്ചിട്ടുള്ള KK സുദീപ് വിപരീതമായ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും. പിന്നെ കുറെ പുതിയ സൗകര്യങ്ങൾ കിട്ടി, അതൊന്നും വാക്കുമായിട്ട് കേൾക്കുന്നു. മാത്രമല്ല എന്റെ ജീവിതത്തില് മറക്കാനാവാത്തൊരു യാത്രയായിട്ട് ഞാൻ ഈ യാത്രയ്ക്ക് കിടക്കാത്തത്. ഈ യാത്ര ഒന്നും എന്റെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീളാൻ യാത്ര നമ്മള് പല സിനിമകളിലും പൊന്നാനിയെ കുറിച്ചിട്ട് അറിയുന്നു. പക്ഷെ നേരിട്ട് വരാൻ പറ്റിയതിലും പല തരത്തിലുള്ള അറിവുകൾ നേടാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അടുത്ത യാത്രയിലും തീർച്ചയായിട്ടും ഉണ്ടാവും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കഴിഞ്ഞ 8 ദിവസമായിട്ട് ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരു എക്സിബിഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് കസ്റ്റമറുമായിട്ട് തുടർച്ചയായി ഒരു 6 മണിക്കൂർ സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഈ 8 ദിവസത്തെയും 8 മണിക്കൂർ സംസാരിക്കുന്നതുകൊണ്ട് ചെറിയൊരു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലവും പനിയും ചെറിയ ദേഹാശ്വാസത്തിലൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ അവരുടെ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഒരു ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാലത്ത് എന്നെ പരിചയപ്പെടുത്താനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. എന്റെ പേര് സുധ. പിന്നെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊന്നാനിയിൽ കേട്ടിട്ട് നമുക്കത് എല്ലാവർക്കും അറിയാം. പൊന്നാനി എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഓർമ്മയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാ ആൾക്കാരും നമ്മളോട് വളരെ സൗഹാർദ്ദത്തില് കുറെ പേര് എന്തിനാ വന്നതെന്നും പിന്നെ ഒരാൾ വണ്ടിയിൽ ബൈക്കിൽ വന്നിട്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്താണെന്നൊക്കെ കുറെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയോ, ഞങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അത് അന്യമതത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എങ്കിലും അവരുടെ നമ്മളോടുള്ള സമീപനം എനിക്ക് വളരെ എന്താ പറയാ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ സൗഹാർദ്ദപരമായ ആ സമീപനം വളരെ നല്ലതായിരുന്നു. പിന്നെ പുതുമയായി തോന്നിയത് ഗസലാണ്. നമുക്കത് നേരിട്ട് കാണാൻ പറ്റി. വളരെ നല്ലതായിരുന്നു അത്. പിന്നെ അനുഗ്രഹിക്കുന്ന കലാകാരന്മാരുടെ പാട്ടുകള് വളരെ നല്ലതായിരുന്നു. ചെറിയൊരു എന്താ പറയാ പനിയും ഇതൊക്കെ ഉണ്ടെങ്കിലും ആസ്വദിച്ചു. ഒരുപാട് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നിളയാത്ര യാത്രയിൽ പങ്കെടുത്ത എല്ലാവരോടും കൂടെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനൊരു യാത്ര സംഘടിക്കുമ്പോൾ എപ്പോഴും നമ്മള് അതിന് ആൾക്കാരെ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മള് യാത്ര സംഘടിപ്പിക്കുന്നത്. പക്ഷെ നമ്മള് ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സീറ്റ് ബുക്കിംഗ് ആവുന്ന പറയുന്നത് ഞങ്ങളെ പോലെ ചിന്തിക്കുന്ന കുറച്ച് മനുഷ്യര് ഞങ്ങളുടെ പ്രദേശത്ത് മാത്രമല്ല മറ്റുള്ള നാട്ടിലും അങ്ങനെ കുറച്ച് നല്ല ചിന്താഗതിയുള്ളവരുണ്ട് എന്ന് പറയുമ്പോ അത് വേണ്ട സന്തോഷം. പിന്നെ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതൊന്ന് അറിയിക്കുക. ഇതുവരെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ തീർച്ചയായും ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ ചില സ്ഥലത്ത് കൊണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ ചിലവർക്ക് ആദ്യം വേഗം വീടെത്താൻ പറ്റും, ചിലവർ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വൈകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയം അഭ്യർത്ഥിക്കുന്നു. കാരണം നമുക്ക് ഇവിടെ കൂടിയ 26 പേരും അല്ലെങ്കിൽ 30 പേരും ഈ വണ്ടിയിൽ നിന്ന് കയറിയ 30 പേരും ഒരു കുടുംബത്തിലെ ഒരംഗം കൂടെയാണ്. അപ്പൊ ഇനി ഞങ്ങളുടെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ സുരക്ഷിതരായിട്ട് വീട്ടിലെത്തി എന്നൊരു മെസ്സേജ് ഇട്ട് കണ്ടാലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനം തോന്നുന്നത്. കാരണം ഇത്ര കാലം നമ്മുടെ പേരുണ്ടായിരുന്നത് അവർ പോസ്റ്റായിട്ട് കൊടുത്തി അതിപ്പോഴൊരു സുഖം. അതുപോലെ തന്നെ ഇനി സംഘടിപ്പിക്കുന്ന യാത്രകള് നമ്മളെല്ലാം നമ്മൾ സേവ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഞങ്ങള് മറ്റുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരെ തേടലുള്ളൂ. ഞങ്ങളെ ഒരു പ്ലാനിങ് വരുമ്പോ തന്നെ ഞങ്ങളുടെ കെയറോസിലുള്ള ഞങ്ങളുടെ കോൺടാക്ട് ഹിസ്റ്ററിയിലുള്ള എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആ തരത്തില് അടുത്ത യാത്രയിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ പേഴ്സണലായിട്ടൊക്കെ വിളിച്ചറിയിക്കും. അപ്പോ പരമാവധി പങ്കെടുക്കാൻ പറ്റുന്നവര് പങ്കെടുക്കുക. അപ്പോ ഇന്ന് യാത്ര ചെയ്യാൻ ഞങ്ങളോടൊപ്പം കൂടി എല്ലാവരും ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. കാരണം കൃത്യസമയം പാലിച്ച് എല്ലാവരും എത്തി. നമുക്ക് കൃത്യമായ നമ്മളെ പറഞ്ഞ നമുക്ക് ഒരു പേയ്മെന്റിന്റെ കാര്യമാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത എല്ലാവരും വളരെ കൃത്യമായി ഇതിന് നമ്മൾ നിശ്ചയിച്ച ഒരു പേയ്മെന്റ് എല്ലാം വളരെ കൃത്യമായിട്ട് നൽകി. ഇതുവരെ നമുക്ക് നമ്മുടെ യാത്രയിൽ കൂടി ഒരാളുടെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ യാത്രയുടെ സംഘാടകരാളെന്ന നിലയ്ക്ക് നമ്മൾ ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ യാത്രയെ കുറിച്ചൊക്കെ സുദീപ് വളരെ വിശദമായി തന്നെ പറഞ്ഞു സംഘാടകരെന്ന നിലയിൽ. അതില് ഇതിന്റെ സംഘാടനത്തില് വളരെയധികം സഹകരിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് നല്ലൊരു അറിയിക്കുകയാണ്. കാരണം നമ്മളെ എത്തിച്ചേരാൻ മാറ്റിയപ്പോൾ പോലും വളരെ കൃത്യമായ സമയത്ത് ഒരു ലേഖനടിക്കാതെ എത്തിച്ചേർന്ന ഇതുവരെ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിവല്യ പൈസ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ നിളയാത്ര 1-2 സെക്ഷനില് വളരെ എന്താ പറയാ അതിനൊക്കെ വെച്ച് നോക്കുമ്പോ നിളയാത്ര വളരെ വ്യത്യസ്തമായിരുന്നു. 3 ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്നാണ് സംഘാടകരെന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷെ 3 തരത്തിലായിരുന്നു. 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അവരോട് ഇടപഴകിക്കൊണ്ട് തന്നെ ഈ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ടീമുമായിട്ട് ഇടപഴകിക്കൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ പൊന്നാനി എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്ര പഠനം പോലെ കാണാൻ കേൾക്കാനുള്ള ഒരു ഇതായിരുന്നു. പിന്നെ കൂടുതലായിട്ടും ഒരു പക്ഷെ ഉച്ചയ്ക്ക് ശേഷമുള്ള നടത്തം പലർക്കും ചൂടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അതാണ് മറ്റൊരു ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നെ പൊന്നാനി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി ഞാൻ ഒരുപാട് കാലം ആ ഭാഗത്തുണ്ടായിരുന്നു. ഒരുപാട് ഭാഗത്ത് ജോലി ചെയ്യുന്നതാണ്. ഒരുപാട് പ്രാവശ്യം പൊന്നാനി പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഉള്ളേരിയയിൽ ചെന്നുകൊണ്ടുള്ള അത്ര ചരിത്ര സ്മാരകങ്ങളൊക്കെ നേരിട്ട് പോയി കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വിനോദ് പറഞ്ഞപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെയാണ്. എന്നാലും യാത്ര പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ പ്രദീപൊക്കെ ആദ്യമായിട്ടാണ് യാത്രയിലൊക്കെ വന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പാട്ട് പാടാനും ഗസെല്ലാം നന്നായി പാടാൻ പറ്റുന്ന ഒരാളാണ് പ്രദീപ് നടന്നിട്ട് തന്നെയാണ് കൂട്ടിയത്. ചായ രാവിലെ വാങ്ങി വരുന്നുണ്ട്. അതെന്തായാലും എല്ലാവർക്കും നന്ദിയും കടപ്പാട് അറിയിക്കാം. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ടീച്ചർ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
ഓരോ യാത്രകളും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു ആശയം ഉണ്ടാവാറുണ്ട് ഓരോ യാത്രകളും. ഓക്കെ, ഈ യാത്ര നമ്മൾ കൂടുതൽ കടകളുടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്ത് വളരെ വ്യത്യസ്തമായി അതിൽ നിന്നുള്ള യാത്ര മൂന്നിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പ്ലാനിങ് ത്രെഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. കാരണം ഇത് കലകളെ അനുഭവിച്ചുകൊണ്ടായിരുന്നു നിള 2 ചെയ്തതെങ്കിൽ നിളയാത്ര 3 ചെയ്തിരിക്കുന്നത് പർച്ചേഴ്സിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള രണ്ട് തലത്തിലുള്ള ഡിസൈനിങ് അല്ലെങ്കിൽ പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചില പ്ലാനിങ് നമ്മുടെ ഭാഗത്ത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ യാത്രകളുടെ മുന്നേ ഞങ്ങള് ഒരു യാത്ര ഇതേപോലെ ചെയ്യാറുണ്ട്. കാറെടുത്ത് ഈ റൂട്ടിലൂടെ പോയിട്ട് നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം മാത്രമേ അതിനൊരു ഫൈനൽ ഡിസൈനിങ് കൊടുക്കാറുള്ളൂ. ഈ യാത്രയിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇതിനുള്ള ഉച്ചത്തെ പ്രോഗ്രാം നമ്മള് കുറച്ചുകൂടി നന്നായിട്ട് അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് പ്ലാൻ ഒക്കെ ഇല്ലാതെ നമുക്ക് കുറച്ച് ചൂടധികമായിരുന്നു. പക്ഷെ ആ ഗസൽ അവതരിപ്പിച്ച കലാകാരന്മാരുടെ ഇൻവോൾവ്മെന്റ് വളരെ അത് ശരിക്കും ഒരു കലാപ്രകടനത്തിന് അപ്പുറത്ത് നമ്മള് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കൂട്ടായിരുന്നു ചെയ്യുന്ന പോലെ അവർ വളരെ നന്നായിട്ട് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു. പിന്നെ നേരത്തെ ടീച്ചർ പോലെ ഞാനൊരു 8 പ്രാവശ്യം പൊന്നാനിയിൽ ഞാൻ പോയിട്ടുണ്ട്. പല യാത്രകളും പല പ്രാവശ്യങ്ങളായിട്ട് പല പഠനങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഓരോ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രതീതി ഞാൻ പൊന്നാനിയെ കുറിച്ച് ഒരു ശതമാനം പോലും അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്രയധികം ചരിത്രം ഉറങ്ങുന്ന ഏത് മേഖലയിൽ കുറിച്ചാലും ആഴ്ചകളോളം വായിക്കാനും പറയാനുമുള്ള അത്രയും വസ്തുതകൾ പൊന്നാനിയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പൊന്നാനി നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രദേശമാണ്. പലപ്പോഴും നമ്മൾ തള്ളിക്കളയുന്ന നമ്മുടെ അടുത്തുള്ള തള്ളിക്കളയുന്ന പ്രദേശമാണ്. തീർച്ചയായിട്ടും ഈ യാത്രയുടെ പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത യാത്ര നമുക്ക് ഭംഗിയായിട്ട് ആ യാത്ര പ്ലാൻ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ മനസ്സിലുള്ള 2 യാത്രകളിപ്പോ ഒന്ന് തിരുനാവായയിലെ മാമാങ്കത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ കൊല്ലംകോട് മഴയുമായി ബേസ് ചെയ്തുകൊണ്ട് മഴ തീമിൽ ഒരു യാത്ര 2 ദിവസത്തെ ആലോചിക്കുന്നുണ്ട്. പിന്നെ വർഷങ്ങളെടുത്ത് ഭാരതത്തിന്റെ തീരത്തുള്ള എല്ലാ കലയും സംസ്കാരത്തെയും പൈതൃകത്തെയും തേടിപ്പിടിക്കണം. ലത്തീഫക്ക പറഞ്ഞ പോലെ ഈ യാത്രയ്ക്ക് ശരിക്കും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താണ് പൊളിറ്റിക്സ് എങ്കിൽ നിളയുടെ തീരത്തിലെ കലയും സംസ്കാരവും നമ്മളത് പരിസ്ഥിതിയും ഒക്കെ നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശം നമ്മുടെ യാത്രയുടെ നമ്മൾക്കും നമ്മളോട് ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും യാത്രകൾ തുടരണം. യാത്ര നാളെ നമ്മുടെ ആസൂത്രണത്തിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടാം. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി. പോരായ്മകൾ തിരുത്തിക്കൊണ്ട് കൂടുതൽ ഗുണകരമാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം എല്ലാവരും. Big